ഹോർമുസിലെ മൈനുകൾ നീക്കം ചെയ്യുക സങ്കീർണമാണെന്നും അന്താരാഷ്ട്ര വിദഗ്ധരുടെ സേവനം ആവശ്യമാണെന്നാണ് ഇപ്പോൾ ഖത്തർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന് വീതി വളരെ കുറവാണ്. അതിനാൽ മൈൻ സ്വീപ്പിംഗ് നടത്തുമ്പോൾ കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടാനും അത് വലിയൊരു ഗതാഗതക്കുരുക്കിന് വഴിയൊരുക്കാനും സാധ്യതയുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ വടക്കേ തീരം ഇറാനാണ് നിയന്ത്രിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള അത്യാധുനിക മിസൈലുകളും ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളും മൈൻ നീക്കം ചെയ്യുന്ന കപ്പലുകൾക്ക് എപ്പോഴും വലിയ ഭീഷണിയാണ്. വിദൂര നിയന്ത്രിത സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തതുമായ അത്യാധുനിക മൈനുകൾ ഇപ്പോൾ ഇത്തരം മേഖലകളിൽ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഇവയെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ മികച്ച സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമാണെന്നാണ് ഖത്തർ പറയുന്നത്. ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളും ഉപരോധങ്ങളും ഈ മേഖലയിലെ സൈനിക ഇടപെടലുകളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. അമേരിക്ക ഇറാൻ സമാധാന ധാരണയുടെ ഭാഗമായ നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നും ഖത്തർ വ്യക്തമാക്കുകയാണ്. അമേരിക്ക തടഞ്ഞുവെച്ച ഇറാന്റെ സ്വത്തുക്കളിൽ $1200 കോടി നേരിട്ട് ലഭിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറയുന്നത്. അതേസമയം ഇറാനുമായി ചർച്ചകൾക്ക് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻതൂക്കം നൽകുന്നതെന്ന് വാൾസ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവകാശവാദങ്ങൾക്കപ്പുറം അമേരിക്ക ഇറാൻ ചർച്ചകൾ മുന്നോട്ട് നീങ്ങാതെ എവിടെയാണ് തട്ടി നിൽക്കുന്നതെന്ന് വിശ്വസ്ത മധ്യസ്ഥനായ ഖത്തർ പറയുകയാണ്. ധാരണയിലെ ആദ്യ നടപടിയായ ഹോർമുസിലെ മൈനുകൾ നീക്കം ചെയ്യുക എളുപ്പമല്ല. അതിന് അന്താരാഷ്ട്ര സഹായം ഖത്തർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹോർമുസിൽ തങ്ങൾ മാത്രമാണ് എല്ലാം ചെയ്യുക എന്ന കടുംപിടുത്തത്തിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. വേറെ ആരെയും ഇറാൻ ഹോർമുസിലേക്ക് അടുപ്പിക്കുന്നുമില്ല. മേഖലയിലെ രാജ്യങ്ങളുടെ സമവായത്തോടെയാണ് അന്താരാഷ്ട്ര ഇടപെടൽ വേണ്ടതെന്നാണ് ഖത്തർ വ്യക്തമാക്കുന്നത്. ഒമാൻ കൂടി ചേർന്ന് തുറന്ന സുരക്ഷിത നാവിക ഇടനാഴി ഇറാൻ ആക്രമിച്ച് അടച്ചിരിക്കുന്ന ഈ നിലപാട് പ്രധാനമുള്ളതാണ്. അമേരിക്കൻ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്ലീവ് വിക്ടോക്കോഫും ജറദ് കുഷനും ദോഹയിലുണ്ടെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നില്ല. ഖത്തറുമായി ഇരുഭാഗം സംസാരിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതിക വിഷയങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നത്. പരസ്പര ധാരണകൾ പാലിച്ച് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സങ്ങളുണ്ട് എന്നാണ് ചുരുക്കം. ഹോർമുസിന് പുറമെ ഇറാന് ലഭിക്കേണ്ട ഇളവുകൾ, ഫണ്ട് എന്നിവയിലാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ തട്ടി നിൽക്കുന്നത്. ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കളിൽ $1200 കോടി സെൻട്രൽ ബാങ്കിന് നേരിട്ട് ലഭിക്കണമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കുകയാണ്. അമേരിക്കൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന തരത്തിൽ ഇവ വിനിയോഗിക്കണമെന്ന് അമേരിക്ക അവകാശപ്പെടുകയാണ്. ഇറാന്റെ ഫണ്ടുകൾ ഖത്തർ നേരിട്ടല്ല നൽകുന്നത് എന്ന ഇക്കാര്യത്തിൽ ഖത്തർ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഖത്തർ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന മധ്യസ്ഥൻ മാത്രമാണെന്ന് ഖത്തർ വിദേശകാര്യ വക്താവും പറയുകയാണ്. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് വലിയ തോതിൽ ഹോർമുസിൽ മൈനുകൾ കുഴിച്ചിടുന്ന അല്ലെങ്കിൽ മൈനുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷെ ആ മൈനുകൾ ഇപ്പോൾ എവിടെയാണ്, അത് എങ്ങനെ കണ്ടെത്തും, അത് എങ്ങനെ നിർവീര്യമാക്കും എന്നുള്ള പല ചോദ്യങ്ങളുമാണ് ഇപ്പോൾ ഖത്തറിന്റെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഇറാൻ ആണെങ്കിൽ അവിടെ വേറെ ഒരു രാജ്യത്തെയും ആ മൈനുകളൊന്നും തന്നെ കണ്ടെത്താനായിട്ട് സഹായിക്കാനായിട്ട് ഇറാൻ ആരെയും ഹോർമുസിലേക്ക് അടുപ്പിക്കുന്നില്ല എന്നാണ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കുറ്റം പറയുന്നത്.